ഇടയ്ക്കൊരു കാലത്ത് വെച്ച് ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു പാട്ടതായിരുന്നു. ആകാശം മാറും ഭൂതലവും മാറും അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ തലമുറ, ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകുമെന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അത് ആകാശത്തിൽ നിന്ന് താഴേക്ക് വരുന്ന മഴ കണക്കെ ഭൂമിയെ നനച്ച് അതിൽ നിന്ന് ഫലമുളവാക്കി കടന്നു പോകുന്നത് പോലെയാണ് കർത്താവിൻ്റെ വചനമെന്ന് വചനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടുത്തെ വചനം നൽകുന്ന ഒരു പ്രത്യാശയുണ്ടല്ലോ. ഈ രാത്രിയിൽ നമ്മൾ അവിടുത്തെ ഒരു വാക്ക് കേൾക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ സംരക്ഷകനാണെന്ന് കർത്താവ് പറയുന്ന ഒരു വചനത്തിൽ നമ്മളുടെ മനസ്സ് എത്രമാത്രമാണ് ശാന്തമാണത്, എത്രമാത്രം സ്വസ്ഥമാവുന്നു. കാറ്റും കടലും ഇങ്ങനെ ആഞ്ഞടിച്ചിരുന്ന തിരമാലകളിൽപ്പെട്ട് ആടിയുലഞ്ഞിരുന്ന ശിഷ്യന്മാരുടെ മുൻപിൽ കർത്താവ് തൻ്റെ ഒരു വാക്കുകൊണ്ട് ഈ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി അവരെ സ്വസ്ഥരാക്കുന്നത് പോലെ അവൻ്റെ ഒരു ഒറ്റ വചനം എൻ്റെ ഈ രാത്രിയെ സ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അതാ കർത്താവ് പറയണേ, എൻ്റെ വചനങ്ങൾ കടന്നു പോവില്ല, വെറുതെ കടന്നു പോവില്ല, ഇത് ഫലമുളവാക്കിയിരിക്കും. ആകാശത്തു നിന്ന് വരുന്ന മഴയും മഞ്ഞും ഭൂമിയെ നനയ്ക്കുകയും മുളപ്പിക്കുകയും ചെയ്യുന്നത് കണക്ക് എൻ്റെ വചനം വെറുതെ പോവില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന ഒന്നാമത്തെ വായനയിൽ കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട്. ഇതാ വാനമേഘങ്ങളുടെ മുൻപിൽ, വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു, അവനെ പുരാതനനായവൻ്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനതകളും എല്ലാ ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജ്യത്വം അനശ്വരമാണ്. ഇതാ നിശാദർശനത്തിൽ ഞാൻ കണ്ടു. ഈ ഒരു രാത്രിയിൽ എൻ്റെ ചിന്തകളിൽ, എൻ്റെ ദർശനങ്ങളിൽ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്ന ക്രിസ്തുരാജനെ കാണാനായിട്ട് പറ്റും. ഈ പറയുന്ന വചനങ്ങൾ ഒന്ന് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. അങ്ങനാണെങ്കിൽ അതൊന്ന് ഏറ്റെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം സ്വസ്ഥമാണ്. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്. വചനം പറയുന്ന കാര്യമാണ്, എല്ലാ ഭാഷകളും എല്ലാ ജനതകളും എല്ലാ ജനപദങ്ങളും എല്ലാ ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകിയിരിക്കുന്നു.